നമസ്കാരം. ശിവചക്രമാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് നൽകാനായി അല്ലെങ്കിൽ കടന്നു വരാനായി പോകുന്നത് പരമശിവൻ നിങ്ങളോട് പറയാനായി പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ, പരമശിവനിൽ, ഭഗവാനെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ നമ്പർ, അതായത് 1 തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഏതെങ്കിലും ഒരു വഴിപാട് നേർന്നിട്ട് നിങ്ങളത് മറന്നു പോയിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അത് പരമശിവനുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ മറ്റ് ദേവതകളുമായി ബന്ധപ്പെട്ടാകാം. ഏതോ ഒരു വഴിപാട് നേർന്നത് കൊണ്ട്, അല്ലെങ്കിൽ നേർന്നത് നടത്താൻ വൈകിയത് കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വിചാരിച്ചതുപോലെ നടക്കാത്തതായ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഏത് കാര്യത്തിനും ഒരു മുടക്കം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോകാത്തതായ സാഹചര്യം നിങ്ങൾ നേരിടുന്നു. കയ്യെത്തും ദൂരത്തു നിന്നും പല കാര്യങ്ങളും വന്നിട്ട് പോലും അത് തട്ടിത്തെറിക്കപ്പെട്ടതായ അവസ്ഥ പോലും ജീവിതത്തിലുണ്ട്. ഇതിൽ നിന്നുമെല്ലാം ശിവഭജനം നടത്തുന്നതിലൂടെ തീർച്ചയായും, അല്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങളെ ഭഗവാനിലൂടെ രക്ഷ നേടാൻ യോഗം ഉള്ളവർ തന്നെയാണ്. അതായത് ഭഗവാൻ തന്നെ നിങ്ങളെ കൈപ്പിടിച്ചുയർത്തും. ആ വഴിപാടുകൾ ഏതാണ് എന്ന് നിങ്ങൾക്ക് ഒട്ടും ഓർമ്മയില്ല എങ്കിൽ ഭഗവാന് മുൻപിൽ ഒരു പിടി നാണയം സമർപ്പിച്ച് ക്ഷമാപണ മന്ത്രം നിങ്ങൾ ജപിക്കണം. മന്ത്രം ഇപ്രകാരമാകുന്നു: കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതമഹിതം വാ സർവമേത ക്ഷമസ്വ ശിവശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ എന്നാണ്. ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ ജപിച്ചുകൊണ്ട് തന്നെ ഭഗവാന് നാണയം സമർപ്പിക്കുക. ഇത്ര മാത്രം ചെയ്താൽ മതി. വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകും. രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കാത്തതായ ഒരു അവസ്ഥയുണ്ട് എന്നതാണ് വാസ്തവം. മനസ്സ് ആകെ അസ്വസ്ഥമായ ഒരു സാഹചര്യമുണ്ട്. എന്ത് തന്നെ ചെയ്താലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ശരിയാകാത്ത, അല്ലെങ്കിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതായ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷീണം, ഉറക്കക്കുറവ് പോലും നിങ്ങളെ പലപ്പോഴും വേട്ടയാടുന്നു എന്നതും വാസ്തവമാണ്. എപ്പോഴും വയ്യ എന്ന രീതിയിലുള്ള ചിന്താഗതി നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. കൂടാതെ ഇതിനെല്ലാം ഒരു പരിധിവരെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ഏറ്റെടുക്കുന്നതിനാൽ കൂടി സംഭവിക്കുന്ന കാര്യങ്ങളാകാം. അവരുടെ നെഗറ്റീവായ ഊർജം പോലും നിങ്ങൾ അറിയാതെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനാൽ മറ്റുള്ളവർക്ക് ആശ്വാസം ലഭിക്കും എങ്കിലും നിങ്ങൾ നാൾക്ക് നാൾ താഴേക്ക് ആരോഗ്യപരമായി പോകുന്ന, വീഴ്ചകൾ സംഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. നിത്യവും ശരീരം ഉപ്പുജലം കൊണ്ട് കഴുകണം. അതായത് നിങ്ങൾ കുളിക്കുന്നതായ ജലത്തിൽ ഒരു നുള്ള് ഉപ്പിടണം എന്നാണ് അർത്ഥമാക്കുന്നത്. നിത്യവും പറ്റിയില്ല എങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിലോ അമാവാസി നാളുകളിലോ ചെയ്യുക. ഒരു നുള്ള്, ഒരല്പം ഉപ്പിട്ടാൽ മതി. ആ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാൻ തടസ്സമായി മാറുന്നത് എന്ന കാര്യം ഓർക്കുക. ആഗ്രഹങ്ങൾ നടക്കുവാൻ നിങ്ങൾ പ്രവർത്തിക്കാൻ പറ്റാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്.
ഇതിൽ പറഞ്ഞതുപോലെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവഭേദ്യമാകും. മൂന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ആവോളം ഈശ്വരാനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഭഗവാൻ കൂടെയുണ്ട് എന്ന് നിങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അനേകം അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് വാസ്തവം. മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളുടെ നന്മയെയും നിങ്ങളുടെ സ്വഭാവത്താലും അസൂയപ്പെടുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. അവർക്ക് നിങ്ങളെപ്പോലെ തന്നെ ആകാൻ സാധിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവരുടെ മക്കൾ നിങ്ങളെപ്പോലെ ആവുന്നില്ലല്ലോ എന്ന് ചുറ്റുമുള്ളവർ പലപ്പോഴും ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനാൽ ദൃഷ്ടിദോഷം നിങ്ങൾ അനുഭവിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. അതുപോലെ തന്നെ പല വിധത്തിലും ശത്രുദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾ ക്ഷേത്രത്തിൽ ഒരു തില ഹോമം നടത്തുന്നത് ഏറ്റവും ഉത്തമമായി തീരും. വളരെ ശുഭകരമാണ് എന്നതാണ് വാസ്തവം. പിതൃപ്രീതിയോടുകൂടി വലിയ ഉയർച്ച നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം. അല്പം സമയം ചിലപ്പോൾ എടുക്കുന്നത് അത് ശരിയായ സമയം വന്ന് ചേരുവാൻ വേണ്ടിയാണ്. അതായത് ചില കാര്യങ്ങളിൽ കാലതാമസം നേരിടുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടതായ സാഹചര്യമില്ല എന്നർത്ഥമാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഉചിതമായ സമയത്ത് ഭംഗിയായി തന്നെ പല ആഗ്രഹങ്ങളും നടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും രൂപം കൊള്ളുക. ശ്രദ്ധയോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. നാലാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ആഗ്രഹങ്ങൾ അത് എത്ര വലുതോ ചെറുതോ ആയിരുന്നാലും അതിനായി നിത്യവും കഠിനാധ്വാനം അനിവാര്യമായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പല കാര്യങ്ങളും നടക്കണം എങ്കിൽ പൂർണ്ണ ആത്മാർത്ഥതയോടുകൂടി തന്നെ ആ കാര്യങ്ങൾക്കായി നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ആത്മവിശ്വാസത്തോടെ തീർച്ചയായും ആത്മാർത്ഥതയോടെ നിങ്ങൾ ആ കാര്യത്തെ സമീപിക്കുക. നിരന്തരമായ പരിശ്രമം തന്നെയാണ് ആ കാര്യങ്ങൾക്കായി ആവശ്യം. ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. തിരഞ്ഞെടുത്ത വഴിയിൽ വിശ്വാസം അനിവാര്യമാണ്. എന്ത് കാര്യവും വിശ്വാസമില്ലാതെ ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കണം എന്നില്ല. അത് നടക്കണം എന്ന ചിന്തയോടെ ചെയ്താൽ മാത്രമേ കാര്യം നടക്കൂ. അല്ലാതെ വിശ്വാസമില്ലാതെ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ തിരിച്ചടിയാണ് ഫലമായി വന്നു ചേരുക. നിങ്ങളുടെ ആഗ്രഹം നടക്കുവാനുള്ള എല്ലാ പിന്തുണയും ഭഗവാൻ നിങ്ങൾക്ക് നൽകും എന്നതാണ് വാസ്തവം. ഭഗവാനെ സ്നേഹിക്കുകയും ഭഗവാന്റെ സംരക്ഷണം നിങ്ങൾക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. അതായത് ഭഗവാനോടുള്ള ഭക്തി ഭഗവാൻ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതായ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കും. അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്നു വരും. സ്വന്തം കഴിവിൽ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. അടുത്ത 4 തിങ്കളാഴ്ച അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ചും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കും. 5ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. സ്വാതന്ത്ര്യം നിങ്ങളിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തെ സൂചിപ്പിക്കും. അഥവാ പുതിയൊരു തുടക്കത്തിലേക്കുള്ള ഒരു സൂചനയായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതാണ്. മുടങ്ങിക്കിടക്കുന്നതായ അല്ലെങ്കിൽ നടക്കില്ല എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ വീണ്ടും തുടങ്ങുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അത് അവസരങ്ങളായി നിങ്ങളിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. വീട്, വാഹനം, തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട് ഗുണകരമായ ഒരു ഫലം
നിങ്ങളിലേക്ക് കടന്ന് വരാവുന്നതാണ്. അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളിലെ സിക്സ്ത് സെൻസ് ആവശ്യം, അതായത് ആറാം ഇന്ദ്രിയം ശക്തി വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ തോന്നലുകൾ ഉടനെ നടക്കാൻ പോകുന്നു എന്നതാണ് വാസ്തവം. ചിന്തകൾ അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്നതായ കാര്യങ്ങൾ നിസ്സാരമായി കാണാൻ പാടുള്ളതല്ല. ഉടനെ തന്നെ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാവുന്നതുമാണ്. മാറ്റങ്ങളുമായി നിങ്ങൾക്ക് പൊരുത്തപ്പെടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ചില മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നതാണ് വാസ്തവം. പുതിയ അനുഭവങ്ങൾ വന്ന് ചേരുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ തീർച്ചയായും ശക്തി പഞ്ചാക്ഷരി മന്ത്രം ഓം ഹ്രീം നമഃശിവായ എന്ന അതിവിശേഷമായ ശക്തി പഞ്ചാക്ഷരി മന്ത്രം 108 ജപം നടത്തുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ, പല ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്നും മോചനവും നൽകാം. മുടക്കം കൂടാതെ ജപിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്.